ഹലോ എവറി വൺ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, നല്ല കാം റിലാക്സിങ് സൺഡേ ആണ്. സോ ഐ തോട്ട് ഓഫ് മേക്കിംഗ് സം സ്വീറ്റ് ബിക്കോസ് ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോവാണ്. സോ ഐ യൂസ് ടു മേക്ക് സംതിങ് സ്പെഷ്യൽ. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് പോകാറുണ്ട്. സോ ഐ തോട്ട് ഓഫ് മേക്കിംഗ് റവ കേസരി ടുഡേ. സോ ഓൾറെഡി പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ഓൺലി ഞാൻ വിചാരിച്ചു ഓക്കെ ലെറ്റ് മീ ടേക്ക് എ വീഡിയോ എന്നുള്ളത്. സോ ഇത് റവ 2 cups ഓഫ് റവ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വറുത്തെടുത്ത റവയാണ്. ആൻഡ് കുറച്ച് മുന്തിരിയും കാഷ്യൂനട്ടും അതേപോലെ തന്നെ നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. രവി നെയ്യിലാണ് വറുത്തെടുത്തേക്കുന്നത് കേട്ടോ. ആൻഡ് യോ 4 cups ഓഫ് വാട്ടറാണ് എടുത്തേക്കുന്നത്. 2 cups ഓഫ് റവ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെയിം കപ്പിൽ തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത്, വെള്ളം എടുത്തേക്കുന്നത്. കുറച്ച് ഞാൻ ഇച്ചിരി ഒരു നുള്ളെന്നൊക്കെ പറയും, ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ബിക്കോസ് ആർട്ടിഫിഷ്യൽ കളേഴ്സൊന്നും ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നില്ല. ആൻഡ് ഇച്ചിരി മഞ്ഞപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. സോ വെള്ളം തിളച്ചു. ഇനി നമുക്ക് ഇതിലോട്ട് റവ ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇത് എൻ്റെ വേ ഓഫ് കേസരിയാണ്. പലരും പല രീതിക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. മേ ബി ഇതായിരിക്കില്ല പെർഫെക്റ്റ്, ബട്ട് ദിസ് ഇസ് ഓൾസോ കൈൻഡ് ഓഫ് സെയിം തന്നെയാണ്. ടേസ്റ്റ് എല്ലാം പെർഫെക്റ്റ് തന്നെയാണ്, സെയിം ടേസ്റ്റ് തന്നെയാണ്. മേ ബി പ്രൊസീജിയറിൽ ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ടായേക്കാം. സോ അതൊന്ന് മനസ്സിൽ വയ്ക്കുക. സോ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ആ റവ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയില്ലാതെ നമുക്ക് ഉടച്ചു കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ റവ ഇട്ടത് കാരണം മേ ബി അത് കട്ട പിടിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും റവ ഇടുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ അങ്ങനെ റവ ഇട്ടു, ബട്ട് ഫൈൻ, കട്ടയൊന്നുമില്ല. ഇതിലോട്ട് പഞ്ചസാര നമുക്ക് വേണ്ട രീതിക്ക്, ചിലർക്ക് മധുരം കൂടുതൽ ഇഷ്ടമായിരിക്കും, ചിലർക്ക് മധുരം കുറച്ചായിരിക്കും ഇഷ്ടം. സോ ഞാനത് മീഡിയം ലെവലിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിൻ്റെ അളവൊക്കെ നോക്കട്ടോ, പാകമാണെങ്കിൽ മതി. കാരണം നമ്മൾ ഈ സ്റ്റേജിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായി ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പാകമായിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് മധുരമൊക്കെ ഇട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സോ എനിക്ക് പേഴ്സണലി ഞാൻ കൂടുതൽ മധുരം എനിക്ക് താല്പര്യം ഇല്ല, പക്ഷെ ഞാൻ ഇതിൽ കുറച്ചധികം മധുരം ആഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് ഞാനിത് ടേസ്റ്റ് ചെയ്തു കുറച്ചിട്ട് ടേസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചു. സോ ഞാൻ കവറിലുള്ള മധുരമൊക്കെ ഇട്ടു. ഇനി നമുക്കിതിൽ വേണ്ടത് ഇതാണ്. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ്, നെയ്യ്. നമുക്ക് വീട്ടിൽ ഹോം മെയ്ഡ് നെയ്യുണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ബട്ട് എനിക്കിവിടെ ഹോം മെയ്ഡ് നെയ്യ് കഴിഞ്ഞു. സോ ഐ യൂസ് ദിസ് വൺ. നെയ്യ് കുറച്ച് അത്യാവശ്യത്തിനല്ല, കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കണം. ഫസ്റ്റ് കേസരി മീൻസ് നെയ്യ് മിക്സ് ചെയ്ത് കൊടുക്കും. നമ്മൾ കുറച്ച് വെള്ളം പോലുള്ള രീതിക്ക്, അതായത് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി എടുക്കാം. കുറച്ച് നന്നായി കിട്ടും. മറ്റത് കുറച്ചും കൂടി നമ്മൾ വെള്ളം വറ്റാൻ വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കേക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ എടുക്കേണ്ടി വരും. ബിക്കോസ് ഇത് കേസരി ഇരിക്കുന്നതോറും കട്ട് ചെയ്ത് വരുമല്ലോ. സോ ഇതിൽ കുറച്ചും കൂടി വെള്ളമുള്ള രീതിക്ക് നമുക്ക് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതെന്ന് ഞാൻ പറയുന്നു. പ്ലീസ് ഹെൽത്ത് കോൺഷ്യസ് ആയ ആൾക്കാരൊന്ന് ക്ഷമിക്കണം എന്നോട്. ബിക്കോസ് കേസരി മീൻ നെയ്യ്. സോ ഐ എം ആഡിങ്. സോ സോറി. ഹെൽത്തി ഫുഡ്സ് നമ്മൾ നോക്കണം. ഹെൽത്തി കാര്യങ്ങളാണ് നമ്മൾ കഴിക്കേണ്ട, എല്ലാമാണ് ഇതേയും വിട്ടത്. പക്ഷെ ചില സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുവാണെങ്കിൽ അതിന് അതിൻ്റെതായ രീതിക്ക് കഴിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുമോ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. സോ അങ്ങനെ ഈ നെയ്യൊക്കെ തീർന്ന് കിടന്ന് എല്ലായിടത്തേക്കും പിടിക്കട്ടെ. ടൈം നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, സിക്സ് കൺസിസ്റ്റൻസി. നെയ്യ് ഒഴിച്ച് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ അതിങ്ങനെ വരും. യെസ് ഗൈസ്, സക്സസ്ഫുൾ. നെക്സ്റ്റ് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി മഞ്ഞപ്പരിപ്പും ഇട്ട് കൊടുക്കാം.
യെസ് ഗൈസ്, നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു. പെർഫെക്റ്റ്. ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദിസ്. നമുക്കൊന്ന് വേണമെങ്കിൽ അടച്ചു വെക്കാം. സോ ദിസ് ഇപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ടേക്കുന്ന നെയ്യൊന്നും കൂടി മെൽറ്റായി കിട്ടും. സോ പെർഫെക്റ്റ്.